നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വളരെ വേദന ജനിപ്പിക്കുന്ന വാർത്തയായിരുന്നു കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ വന്നത്. മധുവിധു ആഘോഷിക്കാനായി പാലക്കാട് നിന്നും തിരുവനന്തപുരത്ത് വന്ന ദമ്പതികൾക്ക് നേരെ പാഞ്ഞു കയറിയ കാറ്. ആ ദിവസം തന്നെ, ആ സമയം തന്നെ അതിൽ നവവധു മരണപ്പെട്ടിരുന്നു. വരൻ ആശുപത്രിയിൽ മരണത്തോട് മല്ലടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടുകൂടി ആ വാർത്തയും വന്നു. തിരുവനന്തപുരം കവടിയാറിൽ കാറ് നടപ്പാതയിലേക്ക് ഇടിച്ചുകയറിയുണ്ടായ അപകടത്തിൽ ചികിത്സയിലായിരുന്ന പാലക്കാട് സ്വദേശി കൊടുവായൂർ പിട്ടു പീടികയിൽ നിജാബുദ്ദീൻ മകൻ ആഷിഖ് സാനു എന്ന 29 വയസ്സുകാരനും മരിച്ചു. ആന്തരിക രക്തസ്രാവത്തെ തുടർന്ന് ഇന്നലെ രാവിലെ 6:30 മരണം. ഖബറടക്കം ഇന്ന് രാവിലെ നടക്കും. എന്തായാലും അദ്ദേഹത്തിന്റെ മൃതശരീരം പാലക്കാടേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. കൊടുവായൂർ ഹനഫി ജുമാ മസ്ജിദ് ഖബർസ്ഥാനിലാണ് ഖബറടക്കം. ഇക്കഴിഞ്ഞ 8 രാവിലെയാണ് കവടിയാർ കുറുവൻകോണം റോഡിൽ നിയന്ത്രണം വിട്ട കാറ് നടപ്പാതയിലേക്ക് ഇടിച്ചു കയറി. നവദമ്പതികളായ ആഷിഖിനും ഭാര്യ നൌഷിജയ്ക്കും ഗുരുതര പരിക്കേറ്റത്. നൌഷിജ അപകട ദിവസം തന്നെ തിരുവനന്തപുരത്ത് വെച്ച് മരിച്ചിരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്ന ആഷിഖിന്റെ ശസ്ത്രക്രിയ കഴിഞ്ഞ ദിവസമാണ് നടന്നിരുന്നത്. വിദേശത്ത് ജോലി ചെയ്തിരുന്ന ആഷിഖ് മടങ്ങാൻ നിശ്ചയിച്ചിരുന്ന ദിവസമായിരുന്നു ഇന്നലെ. ആഷിഖിന്റെ ഉമ്മ ഖദീജ, സഹോദരൻ അജ്മൽ എന്നിവരാണ്. കണ്ണീരായി മധുവിധു യാത്ര. മധുവിധു യാത്രക്കിടെയുണ്ടായ വാഹന അപകടത്തിലാണ് നവവധു നൌഷിജ മരിച്ചതിന് പിന്നാലെയാണ് ഭർത്താവ് ആഷിഖും മരണത്തിന് കീഴടങ്ങിയത്. ഇതോടുകൂടി ദുഃഖത്തിലാണ് നാട്. കൊടുവായൂർ പിട്ടുപീടിക കുരുടൻകുളുമ്പിൽ നിജാമുദ്ദീന്റെയും ഖദീജയുടെയും മകൻ ആഷിഖ് എന്ന 29 വയസ്സുകാരനാണ് തിരുവനന്തപുരത്ത് ചികിത്സയിലിരിക്കെ ഇന്നലെ രാവിലെ മരിച്ചത്. അപകടത്തിൽ ആദ്യം മരിച്ചത് ആഷിഖിന്റെ ഭാര്യ നൌഷിജയായിരുന്നു. 24 വയസ്സായിരുന്നു. പൊൽപ്പുള്ളി വേർക്കോലി സ്വദേശിനിയായ നൌഷിജയും ആഷിഖും മാർച്ച് 28 വിവാഹിതരായത്. ദുബായിൽ ജോലി ചെയ്യുകയായിരുന്ന ആഷിഖ് വിവാഹശേഷം ഇന്നലെ മടങ്ങാനിരിക്കുകയായിരുന്നു. എന്നാൽ മധുവിധു യാത്ര ജീവിതത്തിന്റെ അവസാന യാത്രയാകുന്നതാണ് കണ്ടത്. നടപ്പാതയിലൂടെ നടക്കുന്നതിനിടയിൽ നിയന്ത്രണം വിട്ടെത്തിയ വാഹനം ഇടിച്ചാണ് അപകടം ഉണ്ടായത്. ഇരുവർക്കും പരിക്കേറ്റുന്ന വിവരം മാത്രമാണ് ആദ്യം ബന്ധപ്പെട്ട ബന്ധുക്കൾക്ക് അറിയിച്ചത്. എന്നാൽ പിന്നാലെ നൌഷിജയുടെ മരണവിവരവും എത്തി. ഗുരുതരമായി പരിക്കേറ്റ് സ്വകാര്യ ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്ന ആഷിഖ് ഭാര്യയുടെ മരണം അറിയാതെയായിരുന്നു ആഷിഖിന്റെ അവസാന നിമിഷങ്ങൾ. പുതിയ ജീവിതത്തിന്റെ സ്വപ്നങ്ങളുമായി യാത്ര തിരിച്ച യുവദമ്പതികളുടെ വേർപാട് കൊടുവായൂരിന് തീരാവേദനയായി മാറിയിരിക്കണം. എന്തിനേറെ പറയുന്നു, ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ആഷിഖും ആ പെൺകുട്ടിയെയും നമുക്കും ഒരു തീരാ നോവായാണ് മാറിയിരിക്കുന്നത്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു മധുവിധു ആഘോഷിക്കാനായി വരുമ്പോൾ കൂടെ ജീവിക്കാനുള്ള സ്വപ്നങ്ങൾ, എത്ര കാലം വേണമെങ്കിലും ഒരുമിച്ച് ജീവിക്കാനുള്ള ആഗ്രഹങ്ങൾ, ഇതൊക്കെ ആയിരിക്കും കൂടുതൽ പറഞ്ഞു പോവുക. ആ സന്തോഷമായിരിക്കും എല്ലാവരും മുന്നോട്ട് വെക്കുക. പക്ഷെ അപ്പോഴേക്കുമാണ് പാലക്കാട് നിന്ന് വന്ന് തിരുവനന്തപുരത്ത് നിന്നുമുള്ള ആ മരണത്തെ വരവേറ്റുകൊണ്ട് പോയി എന്ന് നമുക്ക് പറയേണ്ടി വരും. വളരെ ദുഃഖത്തോടു കൂടി കഴിഞ്ഞ ദിവസമാണ് രണ്ടുപേരും ചേർന്ന് ദുബായിലേക്ക് തിരികെ പോകാനായി ഇരിക്കുകയായിരുന്നു. അപ്പോഴേക്കുമാണ് എന്നേക്കുമായുള്ള ആ യാത്രയും ഉണ്ടായത്. വളരെ വേദനയോടു കൂടിയാണ് നമ്മൾ ആ വാർത്ത എപ്പോഴും കേൾക്കുന്നത്.